മുൻ യു.എസ്. പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി സംവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. അതിന്റെ കാരണവും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. യു.എസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് ചർച്ചകൾ. ജോ ബൈഡൻ വിരമിക്കലിന് പിന്നാലെ കമലയെ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശേഷം മതി സംവാദമെന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും വരെ കാത്തിരിക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ച കമല ഹാരിസ് സെപ്റ്റംബർ 10 നിശ്ചയിച്ച സംവാദത്തിന് താൻ ഒരുക്കമാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വോട്ടർമാർ ഇത് കാണാൻ അർഹരാണെന്നും കമല പറഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇതിന് പിന്നാലെയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ മാസം ആദ്യം മിൽവാക്കിയിൽ നടന്ന പാർട്ടി കൺവെൻഷനിൽ റിപ്പബ്ലിക്കൻ നോമിനിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ട്രംപ് തന്റെ എതിരാളിയെ അറിയാൻ ഡെമോക്രാറ്റുകളുടെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ഷിക്കാഗോയിൽ നടക്കുന്ന പാർട്ടി കൺവെൻഷനിൽ കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ട്രംപും ജോ ബൈഡനും 2 സംവാദങ്ങൾക്കായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഒരെണ്ണം ജൂൺ 27-നും മറ്റൊന്ന് സെപ്റ്റംബർ 10-നും. ഇതിൽ ജൂണിൽ നടന്ന സംവാദമാണ് ജോ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പോലും മാറ്റാനുള്ള മൂലകാരണമായത്. ഈ സംവാദത്തിൽ ട്രംപിന് മുന്നിൽ ബൈഡൻ പരാജയപ്പെടുകയായിരുന്നു. മോശം പ്രകടനം നടത്തിയതോടെ ജോ ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുയരുകയും ചെയ്തു. ജോ ബൈഡന്റെ പ്രായാധിക്യവും മറ്റവശതകളും പൂർണ്ണമായും സംവാദത്തിൽ പ്രകടമായിരുന്നു എന്ന അഭിപ്രായവും ഉയർന്നു വന്നു. ഒടുവിൽ 2 ദിവസം മുൻപാണ് ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ബൈഡന്റെ പിൻഗാമിയായി വൈസ് പ്രസിഡന്റായിരുന്ന കമല ഹാരിസ് തന്നെ എത്താനാണ് സാധ്യത. എങ്കിലും കമലയ്ക്ക് മുന്നിൽ ഇപ്പോഴും വെല്ലുവിളികൾ ഏറെയാണ്. മുൻ പ്രസിഡന്റ് കൂടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏറ്റവും ശക്തൻ കൂടിയായ ബറാക് ഒബാമയ്ക്ക് കമല മത്സരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പുതിയ വിവരങ്ങൾ. കൂടാതെ മിഷേൽ ഒബാമയെ രംഗത്തിറക്കണമെന്ന ചില ആവശ്യങ്ങളും ഇതിനിടെ ഉയരുന്നുണ്ട്. എങ്കിലും ജോ ബൈഡന്റെ പിന്തുണ കമല ഹാരിസിന് തന്നെയായിരിക്കുമെന്ന കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനു പിന്നാലെ ഓവൽ ഓഫീസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ കമല ഹാരിസിനെ വാനോളം പുകഴ്ത്തിയാണ് ജോ ബൈഡൻ സംസാരിച്ചത്. കമല പരിചയസമ്പത്തുള്ള വ്യക്തിയാണെന്നും കരുത്തയാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ബൈഡന്റെ പിന്മാറലിന് ശേഷം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരുകളിലൊന്നാണ് കമല ഹാരിസിന്റേത്. സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച കമല പ്രചാരണ റാലികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. റാലിയിൽ ട്രംപിനെതിരെ ആഞ്ഞടിക്കുന്ന കമലയാണ് കാണാൻ സാധിച്ചത്. ഒരു മുൻ അഭിഭാഷകയും മഹാപാതകിയും തമ്മിലുള്ള ആശയപരമായ പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നതെന്നും കമല റാലിയിൽ പറഞ്ഞു. അതേസമയം ബൈഡനൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച കമല ഹാരിസിന് ജനപ്രീതി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടാതെ അമേരിക്കയിലെ വലിയൊരു വോട്ട് വിഭാഗമായ കറുത്ത വർഗ്ഗക്കാരുടെയും ഇന്ത്യൻ സമൂഹത്തിന്റെയും പിന്തുണയും കമലയ്ക്ക് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ചില സർവേകളും കമല ഹാരിസിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത്.